കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി പിടിയിലായ സൗമ്യ കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിച്ചു. ഉച്ചയോടെയാണ് ഗോവിന്ദച്ചാമിയെ ഇവിടെ എത്തിച്ചത്. 7 മണിയോടെയാണ് ഗോവിന്ദച്ചാമിയുമായുള്ള പോലീസ് സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് യാത്ര തുടങ്ങിയത്. കനത്ത സുരക്ഷയിലായിരുന്നു യാത്ര. 12:30യോടെ ഗോവിന്ദച്ചാമിയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ എത്തിച്ചു. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് വിയൂർ അതീവ സുരക്ഷാ ജയിൽ. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ നിലവിൽ 125 കൊടും കുറ്റവാളികളാണ് ഉള്ളത്. അവിടേക്കാണ് ഗോവിന്ദച്ചാമി കൂടി എത്തുന്നത്. സെൻട്രൽ ജയിലുകളെ അപേക്ഷിച്ച് വലിയ സുരക്ഷാ സംവിധാനമാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിലുള്ളത്. 4.2 മീറ്റർ ഉയരത്തിലുള്ള സെല്ലുകളിൽ CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും കുറ്റവാളികളെ പുറത്തേക്കിറക്കാതെ സെല്ലുകളിലേക്ക് എത്തിച്ചു നൽകും. ജയിലിന് പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലുള്ള മതിലും അതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലിയുമുണ്ട്. കൂടാതെ 4 വാച്ച് ടവറുകൾ, 24 മണിക്കൂറും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ള ജയിൽ കൂടിയാണ് വിയൂർ അതീവ സുരക്ഷാ ജയിൽ. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിക്ക് ജയിൽ ചാടുക എന്നത് അസാധ്യമാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ചാടിയത്. ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തതെന്നാണ് ഗോവിന്ദച്ചാമി പോലീസിന് മൊഴി നൽകിയത്. ജയിൽ അധികൃതരുടെ അനാസ്ഥ കാര്യങ്ങൾ എളുപ്പമാക്കിയെന്നും ഗോവിന്ദച്ചാമി പറഞ്ഞിരുന്നു. സംഭവത്തിൽ പോലീസും ജയിൽ വകുപ്പും അന്വേഷണം തുടരുകയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.